ഹായ് ഹലോ ഇറ്റ്സ് ഐബഡി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹാരാഷ്ട്രയിലെ സവാള എടുക്കാൻ വന്ന മൂന്നാമത്തെ ദിവസം നമുക്ക് അങ്ങനെ ലോഡ് കിട്ടിയിരിക്കുകയാണ്. ലോഡ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന വണ്ടികളുണ്ടോ, ബാക്കിൽ കാണുന്ന വണ്ടികളെല്ലാം നമ്മുടെ ലോഡാണ്. ഇതെല്ലാം നമ്മൾ ഇന്ന് രാവിലെ തന്നെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഷെഡിലോട്ട്. ഇനി ഇത് ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് നമ്മുടെ ലോറിയിലോട്ട് കയറ്റാനായിട്ട് നിൽക്കുകയാണ്. ലോറി വന്ന് കിടപ്പുണ്ട്. നമുക്ക് 25 ടണ്ണാണ് നമ്മൾ ഇന്നത്തെ ദിവസം പർച്ചേസ് ചെയ്ത് ഇവിടെ നാട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ 3-4 ദിവസം കൊണ്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയി യാത്രകളൊക്കെ ചെയ്ത് ഒരുപാട് സ്ഥലത്ത് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ പർച്ചേസ് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല സാധനം നോക്കി തന്നെ കിട്ടുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ കാണാം. ഈ ഒരു ബോർഡിന്റെ പേരാണ് സൈസർ എന്ന്. അപ്പൊ ഇത് സാധാരണ നമ്മുടെ ഈ സവാളയുടെ അളവ് അറിയാൻ വേണ്ടി മെഷർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഓരോ MM ഓരോ ഇത് എഴുതിയിട്ടുണ്ട്, അളവ് എഴുതിയിട്ടുണ്ട്. അതിനൊക്കെ മുകളിൽ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൽ കാണിച്ചിരിക്കുന്ന വെച്ചാൽ 25 mm ആണ്. അത് നമ്മളൊരു കൊച്ചുള്ളിയുടെ കയ്യിൽ വെച്ചു കയ്യിൽ വെച്ച് കാണിച്ചത്. കയ്യിൽ വെച്ചല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇതാണ് 25 സൈസ്, 25 mm. 30-ലോട്ട് എത്തുമ്പോ ഇത് 33 ഉണ്ട്. ഇത് 30 ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇത് 35 ഇത് 40 40 ഈ അളവാണ്. ഈ അളവ് 45 ആകുമ്പോ ഈ അളവാണ്. ഇതാണ് 50 വരുന്നത്. അടുത്തതായിട്ട് 55. നമ്മുടെ നാട്ടില് ഏറ്റവും മിനിമം സൈസ് കിട്ടുന്ന ഇതാണ്. 55 തൊട്ടാണ് മുകളിലോട്ടാണ് എല്ലാരും എടുക്കുന്നത്. 55 തൊട്ടല്ല, 45 മുതൽ നമ്മളവിടെ എടുക്കുന്നുണ്ട്. ഓരോ രീതിക്ക്. 60-ന്റെ സൈസ് ഇതാണ്. ഇത് 65. ഈ 65 പറയണമെങ്കിൽ ഇത് എങ്ങനെയായാലും ഒരു 68 കാണും. ഇത് 70. ഇത് 70 ഇതിനകത്തുള്ളത്. അതായത് നമ്മുടെ ബോർഡ് വെക്കുമ്പോഴത്തേക്കും താഴോട്ട് പോകുന്നതാണ് കറക്റ്റ് 70. ബോർഡിൽ താഴോട്ടൊന്നും പോകുന്നില്ല, കറക്റ്റ് പ്രസ് ആണ്. അതായത് ഇത് പറയുന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ 35, ഇത് കറക്റ്റ് 35 അളവാണ്. കറക്റ്റ് പാസ് ആവുന്നുണ്ട്. 50 പാസ്സാവും. കറക്റ്റ് അളവിന് പാസ്സായി പോകും. ഇത് പോവാൻ നിൽക്കുന്നേക്കാൾ അതിലും വലിയ സൈസ്. ഇതിലും വലിയ സൈസുകളാണ് ഇതിന്ന് പോവാത്തത്. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു ഇവിടെ ഇങ്ങനെ സൈസർ എഴുതുമ്പോൾ. അപ്പൊ നമ്മളിപ്പം നാട്ടിലെ ആവശ്യങ്ങൾ, നാട്ടിലെ എൻക്വയറി പറഞ്ഞത് കൂടുതലും 55-ന് മുകളിലോട്ടുള്ളതാണ്. 55, 60, 65, 70. ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ നാട്ടില് പറഞ്ഞത്. ഇതൊന്നും നാട്ടിൽ അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തൊന്നും വലുതായിട്ട് പോകൂല. നാട്ടിൽ വലുതായിട്ട് പോകൂല. പിന്നെ മലക്കറിക്കാരെങ്ങനെ എടുക്കണമെങ്കിൽ വെജിറ്റബിൾ ടീമാരെല്ലാം എടുക്കണമെങ്കിലേ ഉള്ളൂ. ഇതാണ് നമ്മളെ സൈസ് പറഞ്ഞത്. ഇവിടെ മുതൽ നമുക്ക് മേലോട്ട് വരും. ഓക്കെ. ഇവിടെ മുതൽ വരുമ്പോ ഇത് മീഡിയം സൈസ് പറഞ്ഞ ഇത് 2 മീഡിയം സൈസ് വരും. ഇത് അങ്ങോട്ട് പിന്നെ ബോൾട്ട് അടുപ്പിച്ചാണ് വരും. ഇപ്പൊ നമ്മളിപ്പോ എടുത്തത് വെച്ചാൽ നമ്മൾ 60-ന് മുകളിലോട്ടാണ് ഇപ്പൊ നമ്മൾ എടുത്തേക്കണം. ഇതിപ്പോ ഇതിന് മാറ്റാൻ തിരിക്കാനും ഉണ്ട്. ഇത് ഗ്രേഡ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. വേറൊരു കാര്യം കൂടി പറയാം. നമ്മളില് വരുന്നതെന്ന് പറഞ്ഞത് അവിടെ മുതൽ ഈ സൈസ് വലിയ ഐറ്റം വരെ നമ്മൾ ഇതിനകത്ത് കയറും. ഓക്കെ. നമ്മുടെ വണ്ടിയിൽ കയറും. ഓക്കെ. ഇതൊക്കെ നല്ല 70 അല്ല 80-ന് മുകളിൽ പോകുന്നു. ഓവർ സൈസ് 90 ആ സൈസാണ്. ഓക്കെ. അതെ. ഈ സൈസിൽ തന്നെ ഏറ്റവും വലിയ അളവാണ് 70. അപ്പൊ അതിനും വലിയ സൈസിൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് നീ ഇങ്ങോട്ട് കാണിച്ചോട്. ഇപ്പൊ നമ്മള് വെറുതെ പറക്കിയെടുത്താലും ഇതെല്ലാം ഈ 70-ന് മുകളിലുള്ളതാണ്. കണ്ടാ? അതെ. വെറുതെ എടുത്തു കഴിഞ്ഞാലും കിട്ടുന്നതെല്ലാം 70-ന് മുകളിലോട്ടാണ്. വേറെ ഇട്ടാലും 70-ന് മുകളിൽ പോകും. ഓക്കെ. കണ്ടാ? അത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടേക്കണേ ഇത് മൊത്തം. ഓക്കെ. നമ്മള് ഗ്രേഡിങ് ചെയ്ത് വെച്ചേക്കണം. ഗ്രേഡിങ് എന്താണെന്ന് കൂടെ ഒന്ന് പറഞ്ഞോടാ. ഇപ്പൊ ഇവരാണ് ഗ്രേഡ് ചെയ്യണത്. ഓക്കെ. ഇതെല്ലാം നമ്മൾ ഗ്രേഡ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിനകത്ത് കാണിച്ചു കൊടുക്കും. അതായത് സൈസ് ഓരോ സൈസിലും ഓരോ 55-ന് മുകളിലോട്ടുള്ള സൈസാണ് ഇത്. 70, 65, 55. ഇതിന് താഴോട്ട് നമ്മൾ ഇതിനകത്ത് ഒരു സാധനം പോലും ഇല്ല. ഈ കിടക്കുന്ന എല്ലാം നമ്മൾ ഇന്നത്തെ ദിവസം പർച്ചേസ് ചെയ്ത് ഇവിടെ ഷെഡിൽ ഇട്ടേക്കുന്നതാണ്. ഈ ഷെഡ് ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഇത് തെരഞ്ഞു മാറ്റാനായിട്ടാണ്. ചെറുതും വലുതുമായിട്ട് തെരഞ്ഞു മാറ്റാൻ ഗ്രേഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതിന്റെ പേരാണ് ഗ്രേഡിംഗ് എന്ന്. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് 55+ ആണ്. 55 താഴെ ഉള്ളത് നമുക്ക് റിജക്ഷൻ ചെയ്തിട്ട് ആ വണ്ടിയിലോട്ട് കയറ്റി വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി. അപ്പൊ അത് നമ്മുടെ വണ്ടിയിൽ കയറത്തില്ല. അതാണ് നമുക്ക് 55 മുകളിലോട്ട് വരുന്നതെല്ലാം പല സൈസിലുണ്ട്. അതായത് 55 മുതൽ ബിഗ് സൈസ് വരെ ഉണ്ട്. ഇതെല്ലാം അതിനകത്ത് വരും. കിടക്കണയിൽ ഇതിപ്പോ വലുതെന്നും പറഞ്ഞ ഒരു മാറ്റമില്ല. ഓക്കെ. ഇത് 90 ഏകദേശം 80-90 ആയിരിക്കും ഈ സൈസ്. 55-ന് മുകളിൽ പറഞ്ഞതെല്ലാം നമുക്ക് എടുക്കാം. വരും. നമ്മളെ തിരഞ്ഞു മാറ്റിയിട്ട് നമുക്ക് വേണ്ടാത്ത സാധനം, ചെറിയ സാധനങ്ങളാണ്. ഇതൊന്നും നമുക്ക് വണ്ടി കയറത്തില്ല. കയറൂല. ഓക്കെ.
അപ്പൊ ഇതൊക്കെ ഇനി ചാക്കിലാക്കേണ്ടതുണ്ട്. ചാക്കിലാക്കാം. പിന്നെ അതേപോലെ അവര് തെരയും തെരഞ്ഞു വെച്ചേക്കണ അത് മറ്റേ അത് ഡാമേജ് ആണ്. ഡാമേജ് വലുതായിട്ട് തൊലി പോയതും. ഓക്കെ. അപ്പൊ ഡാമേജ് ഒക്കെ വളരെ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് ഇത്രയും വണ്ടി തെരഞ്ഞതില് ഈ ഒരു ബക്കറ്റ് അല്ലെങ്കിൽ മറു സൈഡ് വേറെ ഒന്നും കാണും. ഇതെന്ന് പറയണ ഇപ്പൊ ഇവര് ഇത്രയും പേരെ ഇരുന്നിട്ടാണ് അത്രയും വന്നേക്കണം. അതെ. ഇത്രയും സാധനങ്ങൾ തെരഞ്ഞിട്ടാണ് അത്രയും വന്നേക്കണം. അതായത് ഒരു 20 കുട്ട കയറിയാൽ അതിൽ ഒരു കുട്ട മാക്സിമം ഡാമേജ് പർച്ചേസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ഡാമേജ് കുറഞ്ഞ സാധനം അനുസരിച്ച് പറഞ്ഞാണ് പർച്ചേസ് എടുക്കുന്നത്. ഓക്കെ ഓക്കെ. മനസ്സിലാവണം. അപ്പൊ എന്ത് വേണമെങ്കിലും കയറ്റി വിടാൻ പറ്റില്ല. നമ്മള് നോക്കിയാണ് എടുത്ത് ഇത് ഒരെണ്ണമൊക്കെ ഇതിനകത്ത് 1-2 ഇതിനകത്ത് ഇരുന്നാൽ ബാക്കിയുള്ള നമ്മുടെ കംപ്ലൈന്റ് ആവും. അതെ അതെ. വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് മാക്സിമം റിജക്ഷൻ മാറ്റിയിട്ട് നമുക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലോഡ് ഇതാണ്, നമ്മുടെ ലോഡിന്റെ സൈസ് ഇതാണ്. അപ്പൊ ഇനി നമുക്കിത് നാട്ടിലോട്ട് കൊണ്ടുപോയി നമുക്ക് സെയിലുണ്ട്. ഇന്നിപ്പോ ഏകദേശം ഇത്രയും ബാഗ് ആയി. ഇനി നമുക്ക് ഇന്നിപ്പോ രാവിലത്തെ മാർക്കറ്റിലെ സാധനമാണ് ഇത്. അതായത് ഇത്രയും ബാഗ് നമ്മളിപ്പോ പാക്ക് ചെയ്തതാണ് നമ്മളെ വണ്ടി കയറ്റാനായിട്ട്. ഇപ്പൊ വണ്ടി വന്ന് കിടപ്പുണ്ട്. വണ്ടി കണ്ണനാണ്, കണ്ണൻ എന്ന് പറയുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് അറിയാവുന്നതല്ല, ട്രാൻസ്പോർട്ടർ വഴി വിളിച്ചു കണ്ടിട്ടുള്ള പരിചയമുണ്ട്. ഡയറക്റ്റ് പരിചയമില്ല, വഴിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വണ്ടി ഓടുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ വണ്ടി വന്ന് കിടപ്പുണ്ട്. ഇന്നത്തേക്ക് ഇത് ഇത്രയായി. രാവിലെ പർച്ചേസ് ചെയ്ത സാധനമാണ് ഇത്. ഇപ്പൊ വൈകുന്നേരത്തേക്കുള്ള പർച്ചേസിങ് ടൈം ആയി. ഇപ്പൊ നമുക്ക് പോകണം, അങ്ങോട്ട് പോയി കാര്യങ്ങൾ പോയിട്ട് കുറച്ചും കൂടെ പർച്ചേസ് ചെയ്യാം. ഇന്ന് രാത്രി ഒരു 10-11 മണി ലോഡ് കയറി നമുക്ക് ഇവിടെ നിന്ന് തിരിക്കും. അപ്പൊ നമ്മുടെ ലോഡിൽ നിന്ന് തിരഞ്ഞ ആ ലോഡാണ് പോണത്. അത് വേറെ സൈസ് ആണ്, അത് വേറെ വിലയായിരിക്കും അല്ലേ? വേറെ സൈസ്, വേറെ വില, വേറെ നാട്ടിൽ ചില ഏരിയയിൽ അത് അങ്ങനത്തെ സാധനം മതി, ആവശ്യമുള്ള സാധനമാണ്. അപ്പൊ അത് അപ്പൊ അത് ആർക്കാണോ ആവശ്യക്കാരോ അത് നോക്കി പോകണം. മാർക്കറ്റിൽ പോയിരിക്കല്ലേ? അതിപ്പം ഡയറക്റ്റ് മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ സെയിൽ ആവും. ചിലപ്പോ ഇവർക്ക് വേറെ ഷെഡുകളുണ്ട്, അവിടത്തേക്ക് പാക്കിംഗ് ഉണ്ടെങ്കിൽ നടക്കും. അപ്പൊ നമ്മുടെ ലോഡ് പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ലോഡിങ് ആവും. ഈ സൈഡിൽ കുറച്ച് ആട്ടിൻകുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ചെമ്മരി ആടാണെന്ന് തോന്നുന്നല്ലേ? അല്ലേ? ഇത് ചെമ്മരിയാടിന്റെ സൈസ് പോലെ രോമം വെട്ടിയിട്ട് നിർത്തിയേക്കുന്ന പോലെ തോന്നുന്നു കാണുമ്പോ. രോമം വൃത്തിയാക്കി വെച്ചേക്കുന്ന തോന്നുന്നു അല്ലേ? അത് ആൾറെഡി അതിന്റെ രോമം എടുത്ത് കഴിഞ്ഞതാണ്. അതായത് ഇത് മറ്റേ പ്രോപ്പർ ചെമ്മരി അല്ല. ആ ചെമ്മരി എന്ന് വെച്ചാൽ മറ്റേ അങ്ങോട്ടല്ലേ കാണുള്ളൂ, തണുപ്പുള്ള. ഇതിപ്പോ ചോദിച്ചറിയാൻ വലിയ വകുപ്പുണ്ടോ? ഇവരുടെ നമ്മൾ എന്തെന്ന് ചോദിക്കണം. അതെ, ആട്ടിനെ നോക്കാൻ വന്ന ആളാണ്. ആട്ടിൻകുട്ടിയാ? ആട്ടിന് നോക്കാൻ കണയി പോയി കളഞ്ഞ. ഹായ്, ഏ കോൺ സാ വാല ചെമ്മരിയെ इसका नाम? വേണ്ട, വേണ്ടെന്ന്. ഇവിടെ ഉള്ള പലരും ജോലി ചെയ്യാൻ വരുമ്പോഴത്തേക്കും കുട്ടികളെയും കൂടെ ചേർത്തുണ്ടാ വരുന്നത് അല്ലേ? ഇപ്പൊ നമ്മുടെ പാക്കിംഗ് ആയാലും പാക്കിങ്ങിനടുത്ത് മറ്റേ തൊട്ടിൽ കെട്ടിയിട്ടേക്കുന്ന. അതെ. അപ്പൊ വീട്ടില് അങ്ങനെ ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല, കൂടെ നടക്കാൻ എല്ലാരും ഫാമിലി ആയിട്ടാ പറഞ്ഞത്. അതിപ്പോ അച്ഛനും അമ്മയും മക്കളും എല്ലാരും ഒരുമിച്ച് ഒരു ഗോഡൌണില് വർക്ക് ചെയ്യുന്നവരുണ്ട്. അതാണ് ആട്ടിടയൻ അല്ലേ? പുള്ളിക്കാരൻ റെയിൻകോട്ട് ഇട്ട് നിൽക്കുന്ന പുള്ളിക്കാരൻ ആണ് ഇതിന്റെ മെയിൻ ആള്. ഇങ്ങനെയുള്ള പണിക്കൊക്കെ വരൂലേ? ഇങ്ങനെയുള്ള പണിക്കൊക്കെ വരുമ്പോ അവര് വീട്ടിൽ നിന്ന് എല്ലാരും കൂടെ തന്നെ വരുമ്പോ അറിയാലോ, മിക്കവാറും എല്ലാരും ഫാമിലി ആയിട്ടൊക്കെ തന്നെ വന്നു. ആട്ടിൻകുട്ടി നോക്കിയേ, ഉള്ളിത്തൊലി തിന്നു അല്ലേ? ഇപ്പൊ ഇവിടെ നിലവില് മഴയാണ്. ഇവിടുത്തെ മണ്ണെന്ന് പറയുന്നത് കറുത്ത മണ്ണ്, നല്ല പൊടിയൊക്കെ ഉള്ള മണ്ണാണ്. ഇപ്പൊ മഴ പെയ്തുകൊണ്ട് അത് ചെളിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോ റോഡിൽ എവിടെയാണെങ്കിലും ചെളിയേ ഉള്ളൂ. മെയിൻ റോഡിലാണ്, ടാറ്റ റോഡിലായാലും ചെളിയായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഞാൻ കാണിച്ചത്. ഈ വണ്ടിയെ ഇനി 2-3 തവണ കഴുകിയാലും ചിലപ്പോ വൃത്തിയാവണമെന്നില്ല. ചെളിയായല്ലേ? മൊത്തം ചെളിയായി. മൊത്തം എന്ന് വെച്ചാൽ മൊത്തം നല്ല അടിപൊളിയായിട്ട് ഇതാണ്. കണ്ട് ഈ സൈഡൊക്കെ നോക്കിയേ, അകം മൊത്തം ചെളിയായി. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ചെളിയിൽ ഇറങ്ങി നടക്കുവാണല്ലോ. കണ്ട് തറ എത്രയും നോക്കി ചെളിയാണ്, റോട്ടിലായാലും ചെളിയാണ്, മൊത്തം അഴുക്കായി കിടക്കുക. കണ്ണൻ ലോറിയാണ് നമുക്ക് ലോഡ് എടുക്കാനായിട്ട് ഇവിടെ നിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അവര് ഫുഡ് കഴിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം. ഇപ്പൊ സമയം ഇപ്പൊ എത്ര ആളിയാ? 3 മണിയായി. 3:30 ആയപ്പോഴാണ് അവര് ഇന്നത്തെ ദിവസം കാപ്പി കുടിക്കാനായിട്ട് പോയത് തന്നെ. അങ്ങനെയാണ് സ്വാഭാവികം. അങ്ങനെയാണ്. ഇപ്പൊ മഴയത്ത് അവര് വന്ന് അതൊക്കെ തുടച്ചിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് ബാക്ക് ഹൈറ്റ് ഒക്കെ കെട്ടി സ്ക്രൂ ഒക്കെ ഇട്ട് മുടിക്കിട്ട് ഒരു കാപ്പി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ 3 നേരവും ചപ്പാത്തിയും ഡാല് കറിയും കടലക്കറിയും പിന്നെ എന്തോ വെജ് മിക്സ് അല്ലേ? വെജിറ്റബിളിന്റെ മിക്സ് ആയിട്ട് കറി ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് കൂടുതലായിട്ടും റൊട്ടി, ചപ്പാത്തി, പിന്നെ റൈസ്. റൈസ് എന്ന് വെച്ചാൽ വളരെ കുറച്ചേ കാണത്തുള്ളൂ.
റൈസിനകത്ത് മറ്റേ ജീരകമൊക്കെ ഇട്ട റൈസാ കിട്ടുന്നത്. 3 നേരം അതെ എന്താണ് റൈസ് ജീരകമൊക്കെ ഇട്ടല്ലേ? ജീരകമൊക്കെ ഇട്ട റൈസാ കിട്ടുന്നത്. മുതലാളി ഇത് പാക്കിംഗ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടാ മുതലാളി അങ്ങോട്ടാണ് പാക്കിംഗ് നടക്കുന്നത്, ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മുതലാളി ചെറിയുന്നു, നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ ഇവിടുന്ന് വൈകിട്ടത്തോടൊപ്പം എല്ലാം കയറി നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുന്നതാണ് നാട്ടിലോട്ട്. 25 ടണ്ണാണ് നമുക്ക് ആൾറെഡി നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പൊ ട്രിവാൻഡ്രത്താണ് നമുക്കിത് ബുക്കിംഗ് ആയിട്ടുള്ളത്, ഓർഡർ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏത് ജില്ല വേണമെങ്കിലും നമുക്ക് കൊണ്ടെത്തിക്കാം, ആവശ്യക്കാർക്ക് വിളിക്കാം. ട്രിവാൻഡ്രം ആയാലും കാസർഗോഡ് ആയാലും മിനിമം നമ്മുടെ ഈ വണ്ടിയിൽ കൊണ്ടെത്തിക്കുമ്പോഴത്തേക്കും 200 ബാഗാണ് പറയുന്നത്. 200 ബാഗ് നമുക്ക് ഇറക്കാൻ പറ്റുമെങ്കിൽ ആർക്ക് വേണമെങ്കിലും വിളിക്കാം. നമ്മുടെ സാധനം കണ്ടിട്ടുണ്ടല്ലോ, ഇതാണ് ക്വാളിറ്റി. ഒരാള് ഇവിടെ എപ്പോഴും നിന്ന് നോക്കി മാത്രമേ നമ്മൾ കേട്ടുള്ളൂ. ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്ത ക്വാളിറ്റിയാണ് ഈ അവരിപ്പം നമ്മളടുത്ത് ഇപ്പം വിളിക്കുന്നവര് ചിലപ്പോ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ആവറേജ് മതി എന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ കുറഞ്ഞ പറയുന്നവരുണ്ടായിരിക്കും, ചിലപ്പം കുറച്ചുകൂടെ കൂടിയത് വേണമെന്ന് പറയുന്നവരുണ്ടായിരിക്കും. സൈസ് കുറഞ്ഞത് ഇപ്പൊ കാസർഗോഡൊക്കെ വരുമ്പോ സൈസ് ചെറുത് മതി. സൈസ് ചെറുതായിരിക്കും പറയുന്നതിനകത്ത് സൂപ്പർ ക്വാളിറ്റിയാണ്. 50 മുതൽ മേലോട്ട് മതി, അത്ര വലുത് വേണ്ട. അപ്പൊ നമുക്ക് 50 മുതൽ ഇപ്പൊ നമ്മളെടുത്തേക്ക് നമ്മളെ നാട്ടിലത്തേക്ക് 55 മുതൽ അങ്ങോട്ട് 90, 100 അങ്ങോട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വേണ്ടി ഐറ്റം എല്ലാം വേണം. അപ്പൊ അത് മുതൽ നമ്മൾ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. കാസർഗോഡ് എന്നൊക്കെ പറയണ ഒരു നമ്മൾ എൻക്വയറി വന്നതിൽ കുറെ വന്നിട്ട് 50 മുതൽ 60, 65 വരെയൊക്കെ മതി. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനത്തെ സാധനം ഓർഡർ ചെയ്താൽ അതും കിട്ടും. അവര് ആവശ്യം ഏതാണ് ആവശ്യം. അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് ഏത് സൈസാണോ ആവശ്യം ആ സൈസ് വിളിച്ച് പറഞ്ഞു, ഏത് സൈസ് ഏത് ക്വാളിറ്റി. ക്വാളിറ്റിയും സൈസും പറയുന്ന രീതിക്കായിരിക്കും. എപ്പോഴും ഒരേ ക്വാളിറ്റി ഒരേ സൈസും ആയിരിക്കില്ല. പലർക്കും ഇപ്പൊ പല ആവശ്യങ്ങളല്ലേ. ചിലർക്ക് ക്വാളിറ്റി പല സൈലല്ലേ, ചിലർക്ക് സൂപ്പർ ക്വാളിറ്റി വേണം, ചിലർക്ക് സൂപ്പർ ക്വാളിറ്റി മതി, ചിലർക്ക് അവറേജ് മതി, ചിലർക്ക് അവറേജിനെക്കാട്ടിയും താഴെ നിൽക്കുന്ന മതി. അങ്ങനെ പലതും പല അഭിപ്രായങ്ങളാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില ഭാഗങ്ങൾ നോക്കിയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. നമ്മൾ രാവിലെ മേടിച്ച സാധനം ഏകദേശം തീരാറായി. അപ്പൊ നമുക്ക് 500 പാക്കറ്റ് ആണ് വേണ്ടത്. ഇപ്പൊ ഏകദേശം ഒരു 490-500 പാക്ക് അടുപ്പിച്ച് തരണം. വണ്ടികൾ വന്നോണ്ടിരിക്കുക. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുറച്ചും കൂടെയൊക്കെ നമ്മൾ മേടിച്ച് പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. 500 ചാക്ക് ആക്കാനായിട്ട്, ഏകദേശം 25 ടൺ ആക്കാനായിട്ട്. അപ്പൊ ആ വണ്ടികളാണിത്. അപ്പൊ വെളിയിൽ ഒന്ന് ഇറങ്ങി നോക്കാം. വാളിയാ എത്ര വണ്ടി ഉണ്ടോ നോക്കുന്നു. രണ്ടാമത് കുറച്ച് വണ്ടികളെ വരുള്ളൂ. കാരണം രാവിലെ നമ്മൾ ഏകദേശം മുക്കാൽ സാധനം നമ്മൾ മേടിച്ചു. പിന്നെ കുറച്ച് സാധനം കൂടെ ഉച്ചയ്ക്ക് ശേഷം മേടിക്കണതാണ് ഇപ്പൊ ഈ വന്നേക്കണത്. എല്ലാം ഫോൾട്ട് സൈസുകളാണ്, വലിയ സൈസുകൾ. വലിയ സൈസുകളാണ്. ആ സവാള കണ്ട ഇങ്ങനെ വെറുതെ നിന്നിങ്ങനെ പറക്കി കെടുത്താലും ശരി തന്നെ ഉണ്ടാക്കും. കുറച്ചേ ഉള്ളൂ ഇതിനെ പറക്കി മാറ്റാനായിട്ട്. ബാക്കി റിജക്ഷൻ പോലും ഇല്ല ഇതിനകത്തൊന്നും. നല്ലതായിട്ട് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി സാധനം. പുതുതായിട്ട് വന്ന വണ്ടിയിലെ ലോഡ് നോക്കാം എന്താണ് ക്വാളിറ്റി എന്നുള്ളത്. ഉച്ചയ്ക്ക് ശേഷമുള്ള പർച്ചേസിങ് നമ്മളെ പർച്ചേസിംഗ് ആണോ നോക്കാം. നമ്മളെ പർച്ചേസിംഗ് ആണല്ലേ. സാധനം സെറ്റ് സാധനം, അതുപോലെ സാധനങ്ങളല്ലേ, അടിപൊളിയാണ്. കളറും ഉണ്ടല്ലേ, കളറും ഉണ്ട്, നല്ല സാധനങ്ങൾ. ചുമന്നിരിക്കുന്നു. ഡബിൾ പത്തി സാധനമാണ്. ഡബിൾ പത്തി എന്ന് വെച്ചാൽ 2 തൊലി. ഇത് ഒന്ന്, ഒരു തൊലി. ഇനി ഇത് 2 തൊലി. ഇത് ഒരു തൊലി കഴിഞ്ഞ് 2 തൊലി കാണുമ്പോ കഴിഞ്ഞ് അടുത്തത് 3 തൊലി തൊലിച്ചാലും നമുക്ക് അകത്ത് അത് കഴിഞ്ഞ് മൂന്നാമത്തെ തൊലി കഴിഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത്. ഇത് ട്രിപ്പിൾ പത്തി. 3 പത്തി എല്ലാം ഇല്ല, ഡബിൾ പത്തി നോക്കിയാൽ മതി. എല്ലാം എയ്സ് ആണെന്ന് തോന്നുന്നല്ലേ. ടാറ്റ ഐസ്, ടാറ്റയുടെ വണ്ടികളാണ്. ഇത് കിടിലളിയാ, ഇതൊരു രക്ഷയില്ല ചേട്ടാ. സെറ്റ് സാധനങ്ങള് എല്ലാം നല്ല വലിയ സാധനം, നല്ല വലിയ സൈസുകൾ. അത് നല്ല കളറും ഉണ്ട്. ഡബിൾ പത്തി, ട്രിപ്പിൾ പത്തി. അതായത് സ്കിന്നിനെയാണ് കേട്ടോ പറയുന്നത്. അതായത് നമ്മുടെ ഈ സ്കിന്നിന്റെ എണ്ണം കുറയുന്നതനുസരിച്ച് ക്വാളിറ്റിയും കുറയുമെന്നാ പറയുന്നത്. നമ്മുടെ 4 ദിവസത്തെ ഒരു തെരച്ചിലാണ് ഇന്നത്തെ ഈ ലോഡ് കയറുന്നത് അല്ലേ. അപ്പൊ അത്രയും 4 ദിവസം ഈ ലോഡിന് വേണ്ടിയിട്ടല്ല തെരച്ചില്. മൊത്തത്തില് 4 ദിവസം എന്ന് പറയുന്നത് നമ്മള് ബാക്കിയുള്ള ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിത് എപ്പോഴും വന്ന് എല്ലായിടത്തും പോകാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് മാക്സിമം ആൾക്കാരെ പോയി കണ്ട് പല മാർക്കറ്റിലും പോയി പല ആൾക്കാരെയും കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ദിവസം വിളിച്ച് നമുക്ക് തിരക്കാൻ പറ്റും. അപ്പൊ നമ്മള് ഇപ്പൊ ചെയ്തതെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് പോയിട്ട്
ഓരോ സ്ഥലത്തെ വിലയും ക്വാളിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യും. അപ്പൊ അവർ സ്ഥിരമായിട്ട് എടുക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളെ നമ്മൾ ഒരു സോർട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോ അവരെ വിളിച്ചിട്ട് എങ്ങനെയാണ് വില വിളിക്കാൻ പറ്റും. ഡെയിലി നമുക്ക് ഇവരെ എല്ലാവരും ഇപ്പൊ നമ്മുടെ അടുത്ത് എല്ലാവരും പോയി പറഞ്ഞിട്ടുണ്ട്. ഡെയിലി ഇവരെ എല്ലാവരെയും വിളിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഏത് ഏരിയയിലാണ് വില കുറവ്, ഏത് ഏരിയ സാധനം നമുക്ക് അറിയാൻ പറ്റും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയയിൽ പോയി പർച്ചേസ് ചെയ്താൽ മതി. അപ്പൊ ഓൾറെഡി നമ്മൾ 3 ദിവസം കൊണ്ട് ഒരുപാട് സ്ഥലത്ത് 4 ദിവസം ഫുള്ള് നമ്മളിവിടെ കടന്ന് കറങ്ങി. പറ്റുന്ന സ്ഥലം മൊത്തം നമ്മൾ പോയി. അതായത് കർഷകരെ കണ്ടു, പിന്നെ ഡീലർമാരെ കണ്ടു, മാർക്കറ്റിൽ പോയി, വില വിവരങ്ങൾ അറിഞ്ഞു, ലേലം കണ്ടു, ലേലം വിളി മനസ്സിലാക്കി, വില വിവരങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള സാധനം ഏതാണെന്ന് മനസ്സിലാക്കി. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഈ നമുക്ക് നല്ല കാര്യങ്ങളും വിലയൊക്കെ നമുക്ക് ഏകദേശം അറിയാം. ഇവിടുന്ന് എങ്ങനെ ഇവിടുന്ന് സെയിൽ ചെയ്യുന്ന സപ്ലയർമാരെ, പിന്നെ ഡയറക്റ്റ് കിട്ടുന്ന ഫാർമർമാരെയും അവരവരെയൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടി ഉണ്ടായിരുന്നത്. അവരെയൊക്കെ നമ്മൾ ഏകദേശം 4 ദിവസം കവർ ചെയ്തു. ഓക്കെ, ഒരു വണ്ടി കാലിയായി. നമുക്ക് ലോഡിങ് ഏകദേശം തുടങ്ങാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വണ്ടിയിൽ ടാർപ്പ് ഉണ്ട്. ആ ടാർപ്പ് ഇടുകയാണ്, അടിയിലോട്ട് ടാർപ്പ് ഇടുകയാണ്. മുകളിൽ മാത്രമല്ല നമ്മള് തട്ടിലും പ്ലാറ്റ്ഫോമിലും ടാർപ്പ് ഇടുകയാണ്. അപ്പൊ സവാള കയറ്റുന്നവർക്ക് ഇതിനെ കുറിച്ച് അറിയാം അല്ലേ? സാധാരണ നോർമലി നമ്മളെ വണ്ടികളെല്ലാം തടിയാണ്. അതാണ് നല്ലത്. ഇത് ഇരുമ്പാണ്. ഈ പ്ലാസ്റ്റിക് ഇടുന്ന സവാളയ്ക്ക് അത്ര നല്ലതല്ല. പിന്നെ വലിയ അടിയെന്നുള്ള നനവും കാര്യങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പായെടുത്തു. നമ്മളെ ലോഡുകളെ ഉച്ചക്ക് ശേഷമുള്ള മാർക്കറ്റിലെ സാധനങ്ങളാണ് വന്നോണ്ടിരിക്കുന്നത്. ഓരോ വണ്ടിയും എത്ര ടണ്ണ് കാണുള്ളൂ ഏകദേശം? ഇതൊക്കെ കുറച്ചേ കാണുള്ളൂ. 2-3 ടണ്ണൊക്കെ കാണുള്ളൂ. അത്രയൊന്നും വരില്ല. 1 ടണ്ണോ 1.5 ടണ്ണൊക്കെ അടുപ്പിച്ചൊക്കെ വരും. ചെറിയ വണ്ടികളല്ലേ. അപ്പൊ നമ്മുടെ ലോഡ് ഫസ്റ്റ് ബാഗ് കയറ്റുകയാണ്. ഫസ്റ്റ് ബാഗായി. അപ്പൊ നമ്മുടെ ഈ ഇരിക്കുന്ന ബാഗുകളെല്ലാം ലോറിയിലോട്ട് കയറ്റാൻ പോവുകയാണ്. ലോഡിങ് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ലോഡ് എടുക്കാനായിട്ട് വന്ന വണ്ടി കണ്ണ എന്ന പേരുള്ള വണ്ടിയാണ് വന്നിട്ടുള്ളത്. നാട്ടിലെ വണ്ടി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ടാറ്റയുടെ വണ്ടിയാണ്. ടാറ്റ സിഗ്നയാണ്. ടാറ്റ സിഗ്ന 3525 ടി എന്ന് പറയുന്ന മോഡലാണ്. 35 ഗ്രോസ് വെയിറ്റും പിന്നെ 25 HP ആയിരിക്കണം. എന്തായാലും നമുക്ക് പുള്ളിക്കാരൻ ഒന്ന് പരിചയപ്പെടാം, ഡ്രൈവറെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഇതാണ് നമ്മുടെ സുഹൃത്ത് ആരോമൽ അല്ലേ? നാട്ടിലെവിടെയാണ്? കോട്ടയത്താണ്. എങ്ങനെയുണ്ട് വണ്ടി? ടാറ്റയുടെ വണ്ടിയൊക്കെ എങ്ങനെയുണ്ട്? ടാറ്റയുടെ വണ്ടി കുഴപ്പമില്ല. 12 വീലാണല്ലേ? 12 വീല് വണ്ടി. എങ്ങോട്ടാ ആദ്യം ലോഡ് കിട്ടി വന്നത്? ഞങ്ങള് ഇവിടുന്ന് ധാരാവിക്കാണ്. ഫ്ലൈബോട്ട് കയറ്റി വന്ന. ഓക്കെ, അവിടെ ഇറക്കി ഇങ്ങോട്ട് പോകും. തിരിച്ച് നമുക്ക് നമ്മളെ വലിയ സന്തോഷമായി. വളരെ സന്തോഷം. അപ്പൊ നമ്മള് വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞു, അതിന് വളരെ സന്തോഷമുണ്ട്. താങ്കളൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. എന്നാലും ഇവിടെ ലോഡ് കിട്ടിയപ്പോ എനിക്കൊരു ഇതുണ്ടായിരുന്നു. ഞാൻ അവനോട് പറയുകയും ചെയ്തു, ചിലപ്പോ അങ്ങോട്ടാണ് തിരുവനന്തപുരം ആണെങ്കിൽ അവരുടെ ലോഡായിരിക്കും. അത് ഏതായാലും ദൈവാനുഗ്രഹം പോലെ അടിപൊളിയായി. അപ്പൊ നമ്മുടെ സുഹൃത്ത് ഉണ്ട് ശ്രീദേവ് അല്ലേ? ശ്രീദേവ് പുള്ളിക്കാരൻ ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കുന്നു. പുള്ളിക്കാരൻ അവര് തൊടുപുഴയാണ്. അതെ, ശരി, എന്റെ അടുത്ത് പറഞ്ഞായിരുന്നേ. ഓക്കെ, ഈ വണ്ടിയുടെ എങ്ങനെയൊക്കെയാണ്? വണ്ടിയുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ്? വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇത് മറ്റേ സിഗ്നയാണ്. 35-25 വണ്ടി. ഓക്കെ, 12 വീല്. ഏത് മോഡലാണ്? ഇത് 2023. അല്ലാണ്ട് എ സിക്കാവും തന്നെ വലിയൊരു. പവറൊക്കെ സിഗ്നയ്ക്ക് പൊതുവെ നല്ല പവറാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ ആണല്ലേ? ലൈലൻഡിനെ അപേക്ഷിച്ച് നല്ലതാണ്. അത്യാവശ്യം. സർവീസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഈ ഷോറൂമുകളിലൊക്കെ പോകുമ്പോ? ഇത് ഷോറൂം സർവീസ് ചെയ്തോണ്ടിരിക്കുന്നതാണ്. അത് തന്നെ. സർവീസ് എങ്ങനെ പെട്ടെന്ന് കിട്ടും? പെട്ടെന്ന് കിട്ടും, വലിയ കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ കംപ്ലൈന്റ് ആയപ്പോ പെട്ടെന്ന് അവർ വന്ന് ചെയ്ത് എന്നോ കൊണ്ടുപോകും? ഇല്ല, വന്ന് ചെയ്തായിരുന്നു. ഓക്കെ, മൈലേജ് ഒക്കെ എങ്ങനെയുണ്ട്? അതും കൂടെ ഒന്ന് ചോദിക്കാം. മൈലേജും വലിയ കുഴപ്പമില്ല. ഏകദേശം 2.93 ലോഡും പുറത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, എന്തായാലും പരിപാടികൾ നടക്കട്ടെ. കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് വൈകിട്ട് നമ്മൾ തിരിക്കണോ? ഇന്ന് വൈകിട്ട് തന്നെ പോകും. ഓക്കെ, നമുക്ക് ഇനി ഒരു 2-3 ദിവസം അല്ലേ? അത്രേ ഉള്ളൂ. നമുക്ക് അവിടെ വെച്ച് കാണാം. ശരി. വടാപ്പാവ് വേണോ സമൂസ വേണോ? ഈ ബോണ്ട എനിക്ക് വടാപ്പാവ് മതി. അത് വടാപ്പാവ്. എനിക്ക് വടാപ്പാവ്. വേണ്ട, നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. എനിക്ക് ആ ബണ്ണിൽ എന്തൊരു ബെടാപ്പാവൂ അതിന്റെ അകത്ത് മറ്റേ കീറിയ അകത്ത് സാധനം വയ്ക്കുന്നു. കട്ട് ചെയ്ത് കൊള്ളാം. അമ്മക്കൂട്ടാ സോസ് ഇല്ലാത്ത എനിക്ക്, അല്ലെ സോസ് ഇല്ലാത്ത എനിക്ക്
സോസ് ഇല്ലാതെ ആ നിനക്ക് അതാണ് സോസ് ഉള്ളത് എനിക്ക് ഓ മുളകും കൂടെ വെച്ച് കഴിക്കും. ഇതുണ്ടോ? മഹാരാഷ്ട്രയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് വടാപ്പാവ് അല്ലേ? ഇവിടെ വന്ന ഒരു വടാപ്പാവ് അത് ഇവിടുത്തെ അല്ല, ഔറംഗാബാദിലാണ്. എവിടത്തെ ഒരു വടാപ്പാവ് വരുന്നത് മുളകും കൂടെ വെച്ചിട്ടാ. ഔറംഗാബാദ് മിക്സർ പാവാണ്. ഓറേക്ക് ബടാപ്പാവ് ദീജിए. ഇത് എനിക്കും കൂടെ ഒരു ഓറേക്ക്. എങ്ങനെയാണ്ട അങ്ങനെ ഒരേക്ക് മതി. എനിക്കും കൂടെ ഓറേക്ക്. ഒന്നാണോ ബടാപ്പാവാണോ? കേക്കൊന്നും പറഞ്ഞ് രണ്ടൊന്നായില്ലേ ഒരു ഏക്കരേ ഉള്ളൂ. ഇല്ല ഏട്ടാ, എന്റെ ഒരു ടേസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി വലിയൊരു ഏക്ക് വാങ്ങിച്ച്, അത് കഴിഞ്ഞിട്ട് ഇതൊരു ഏക്ക് വാങ്ങിച്ച്, ഇനി ഒരു ഏക്ക്. ഒരു ഏക്കറേ ഉള്ളൂ. രാത്രി വണ്ടി എടുക്കുമ്പോ നിർത്തൂല. കിതന നോക്കിയാ ബൈ? രാത്രി വണ്ടി ഓടിക്കാൻ ഞാൻ ഓടിക്കൂല, ഞാൻ ഉറങ്ങും. വണ്ടി ഓടിക്കാനുള്ളവര് പോയി കിടന്ന് ഉറങ്ങും. എന്നാലേ ഞാൻ വണ്ടി ഓടിച്ചു പോയി കിടന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങും, ഇല്ലെങ്കിൽ രണ്ടാമത്തെ വടപ്പാവും നിൽക്കും, ഉറങ്ങും, ഉറങ്ങിയിട്ടൊക്കെ പോകും. അളി ഓടിക്കണം. ഞാൻ ഓടിക്കില്ല, ഞാൻ രാവിലെ മുതൽ ഇവിടെ നിൽക്കും. എന്റെ കാര്യം ഈ പരിപാടി ഞാൻ ഓടിക്കും. റെസ്റ്റ് എടുക്കും. ചട്നി കൊള്ളൂല്ലേ? കണ്ണില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ചട്നി ഇല്ലാതെ ഇഷ്ടപ്പെട്ടു. അളിയിൽ ഇഷ്ടപ്പെട്ടാ? അളിയിൽ ഇഷ്ടപ്പെട്ടാ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലേ? വടാപ്പാവ് അച്ഛമാല. നേരെ എഴുതി തുടങ്ങി. സമയം ഏകദേശം 8 മണിയോളം ആകുന്നു. നമ്മുടെ ലോഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. പകുതി ആകാറായി. ഏകദേശം 200 കൂടുതൽ ചാക്ക് നമ്മുടെ വണ്ടി കയറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം പാക്കിംഗ് ചെയ്ത് ഏകദേശം തീരാറായി. നമുക്ക് ഏകദേശം 500-നകത്തല്ലേ, അത് 400-300 ആ റേഞ്ചാണ് ചാക്ക് വേണ്ടത്. അപ്പോഴത്തേക്ക് 25 ടൺ ആവും. അത് തന്നെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടിയിൽ കയറി തീരും. നമ്മുടെ വണ്ടി നാട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ ഈ വണ്ടിയുടെ ഓർഡർ എല്ലാം ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത വണ്ടി ഉടനെ വരുന്നതാണ്. നാളത്തേക്കുള്ള മിക്കവാറും പർച്ചേസിംഗ് നാളെ കാണാം. നാളെ നിറയ്ക്കുകയാണ്. നാളെ അപ്പൊ നാളെ അടുത്ത നാളെ പർച്ചേസിംഗ് ഇല്ല. നാളെ മറ്റന്നാളെ പർച്ചേസിംഗ് ഇല്ല. തിങ്കളാഴ്ച പർച്ചേസിംഗ്, അടുത്ത പർച്ചേസിംഗ് ഇല്ല. അപ്പൊ അത് മിക്കവാറും ചൊവ്വാഴ്ച ആയിരിക്കും ലോഡിങ് ആവും. ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത ലോഡിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക. നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇറക്കി കൊടുക്കാം. കേരളത്തിലൊന്നും ഇല്ല. അപ്പൊ നമുക്ക് നമ്മളെ ഈ വീഡിയോ ഇട്ടതിന് ശേഷം തമിഴ്നാട് നിന്ന് ഓർഡർ വരുന്നുണ്ട്. വിളിച്ചല്ലേ? തമിഴ്നാട് എൻക്വയറി വരുന്നുണ്ട്. വളരെ കുഴപ്പമില്ല. വളരെ സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് തമിഴ്നാട്ടിൽ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഫുൾ ലോഡാണ്. 35 ടണ്ണെന്നല്ലേ പറഞ്ഞു? 30 ടണ്ണ്. ഓക്കെ, 30 ടണ്ണിന്റെ ഒരു ലോഡ് കിട്ടിയിട്ടുണ്ട്. നേരത്തെ പറയുന്നതായിട്ട് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചില്ല, പക്ഷെ കൺഫേം ആയെന്ന് പറഞ്ഞപ്പോഴേ സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും ആവശ്യക്കാർ വിളിക്കുക. നമ്മുടെ ഒരു ചെറിയ സംരംഭം വിജയിപ്പിച്ചെടുക്കുക. ഞാൻ പണ്ട് വണ്ടി ഓടിയ സമയത്ത് നമ്മൾ ഒരുപാട് പേര് കച്ചവടക്കാരെ ഇതുപോലെ ചെയ്യണ കണ്ടിട്ടുണ്ട്. അതെ. അപ്പൊ അന്ന് നമുക്ക് ഈ സവാളെ പറ്റി അറിഞ്ഞില്ല. ഇപ്പൊ നമുക്ക് ഈ ലോൺ എടുക്കാൻ വന്നവര് കണ്ട ഒരു വണ്ടിക്കകത്ത് ഇരിക്കണേ. അതെ. അപ്പൊ നമുക്ക് പറഞ്ഞൂടാ, നമ്മൾ ഇന്ന സ്ഥലത്ത് വണ്ടി കയറ്റാൻ പറയും, നമ്മൾ വരും. അതെ. എന്നിട്ട് നമുക്ക് നമ്മളേതായ കാര്യമുണ്ട്, വണ്ടി ഒതുക്കാറുണ്ട്, ചിലപ്പോ ഫുഡ് വയ്ക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ പറ്റി ശ്രദ്ധിക്കാറില്ല, നമുക്ക് ഇതിനെ പറ്റി അറിയത്തുമില്ല. അപ്പൊ നമ്മൾ അവര് ലോഡ് കയറ്റി തരും. നമ്മൾ ഇവിടെ നിന്ന് അവര് പൈസ ഇട്ട് കൊടുത്ത് നമ്മൾ ഈ ലോഡും കൊണ്ട് അവിടെ ചെന്ന് നമ്മൾ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോ അവര് 2-3 ചാക്കെടുത്ത് പൊട്ടിക്കും. പൊട്ടിക്കുമ്പോഴാണ് അവരെ മൈൻഡ് മാറും, മുഖം മാറണമെന്ന് കാണാം. നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ പറയണേ, നമ്മൾ പറഞ്ഞ ലോഡല്ല, അല്ലെങ്കിൽ പറഞ്ഞ സൈസ് അല്ല, അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് കേട്ടിട്ടുണ്ട്. ഇത് മറ്റേ സ്കിൻ ഔട്ട് ആയ സാധനം, കറക്റ്റ് സൈസ് ഇല്ല, നമ്മൾ വലിയ സാധനത്തിനുള്ള പൈസ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് പറയണ പറ്റിക്കപ്പെട്ട നമ്മൾ കഥ കേട്ടിട്ടുണ്ട്. പിന്നെ ആകുമ്പോൾ നമ്മൾ നോക്കുവരും, നമ്മൾ നോക്കി നമ്മൾ തന്നെ വിളിച്ച് പറയും, ചേട്ടാ ഇത് ഇങ്ങനത്തെ സാധനം എന്ന് പറയും. ചിലർ ഓക്കെ അങ്ങനത്തെ സാധനം തന്നെ പറഞ്ഞേക്കണത്, ഓക്കെയാണ്, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരുപാട് അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറഞ്ഞത്, കൂടെ നിന്ന് നമ്മളിത് കയറ്റി. കാരണം ഇവിടെ ഇത് 1-2 ലക്ഷം രൂപ സാധനമല്ലല്ലോ. അപ്പൊ അവിടെ നിന്ന് ഒരു ഫോൺ കോൾ, മിക്കുള്ളൊരു 80% ആൾക്കാർക്ക് ഫോൺ കോളിക്കുള്ള പരിപാടിയാണ്. അപ്പം എല്ലാരും കുറെ നല്ല ലോഡ് കയറ്റി വിടുന്ന ആൾക്കാരും ഉണ്ട്, അതിനകത്ത് പറ്റിക്കപ്പെടുന്നതും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ട് നമ്മൾ നല്ല സാധനം, കാരണം നമ്മൾ ഈ ബിസിനസ് ചെയ്യണവരാണ്. അപ്പം നിങ്ങൾക്കും അതേ ക്വാളിറ്റിയിൽ, നമ്മൾ എടുക്കുന്ന അതേ ക്വാളിറ്റിയിൽ, നിങ്ങൾ പറയുന്ന ക്വാളിറ്റിയിൽ നമ്മൾ സാധനം കയറ്റി തരും. അത് നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ടോ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾ തന്നെ ചിലപ്പോൾ നിങ്ങളെ കസ്റ്റമർ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആൾക്കാരുടെ അടുത്ത് നിന്നാണെങ്കിൽ നമ്മൾ പോയി സെറ്റ് ചെയ്ത് റെഡി ആയി കൊടുക്കാം. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അതല്ല നിങ്ങൾക്ക് നമ്മളെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഐറ്റം പറയുന്ന രീതിയിൽ ഇവിടുത്തെ മാർക്കറ്റ് വില എന്തിനാണ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മൾ സപ്ലൈ നമ്മൾ ഇന്നത്തെ റീലിന്റെ പേരിൽ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. സന്തോഷം. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കേരളം അല്ല തമിഴ്നാടായാലും കുഴപ്പമില്ല, അങ്ങോട്ടായാലും നമുക്ക് അപ്പോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഒരു 10-11 മണിയോടുകൂടി
ഏകദേശം 2-3 മണിക്കൂർ കൂടെ ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ വണ്ടി വിടുകയാണ്. ഇവിടുന്ന് വണ്ടി വിടുകയാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്നാണ്. കോൺടാക്ട് നമ്പർ കൂടെ ചേർക്കാം. അപ്പൊ ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.